ഗുജറാത്തിലെ ബാലിസ്നോർ എന്ന് പറയുന്ന സ്ഥലത്ത് ഡൈനോസർ ഫോസിൽ പാർക്ക് നിലകൊള്ളുന്നുണ്ട്. അവിടെ കാണപ്പെടുന്ന മ്യൂസിയത്തിലെ ഓരോ ഗാലറിയിലൂടെയുള്ള ഒരു സഞ്ചാരം തന്നെയാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇവിടെ ഇതാ ഈ ഒരു ഫോസിൽ എങ്ങനെയാണ് കണ്ടെടുക്കുന്നത് എന്നും എങ്ങനെയാണ് ഫോസിൽ കേടുവരാതെ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ പുറത്തെടുക്കുന്നത് എന്നതിനെപ്പറ്റിയുള്ള വിവരണങ്ങളുമൊക്കെയുള്ള നല്ല ഒരു ഗാലറി പ്രദർശനം ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ ഫോസിലുകൾ കണ്ടെടുക്കുകയും അതിനുശേഷം ഡാമേജ് ഒന്നും കൂടാതെ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് എന്നതിനെപ്പറ്റിയുള്ള വിശദമായ വിവരണം തന്നെ ഈ ഒരു ഗാലറിയിൽ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഈ ഒരു ഗാലറിയിൽ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു ഡെമോയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഫോസിൽ കണ്ടെടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ ഒരു സ്ഥലത്ത് നിന്ന് കേടുപാടുകളൊന്നും കൂടാതെ മറ്റൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ മ്യൂസിയം പോലെയുള്ള ഭാഗത്തേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നത് എന്നതിനെപ്പറ്റിയുള്ള നല്ല ഒരു പ്രദർശനം ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. നല്ല ഒരു പ്രോസസ്സിലൂടെ കടന്നുപോയെങ്കിൽ മാത്രമാണ് ഇത് കേടുപാടുകളൊന്നും കൂടാതെ യഥാസ്ഥാനത്ത് എത്തിച്ചേർക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിനെക്കുറിച്ച് നല്ല ഒരു വിവരണം അടങ്ങിയ നല്ലൊരു ഡെമോ പ്രദർശനമാണ് ഈ ഒരു ഗാലറിയിൽ എനിക്ക് കാണുവാൻ സാധിച്ചിരിക്കുന്നത്. ഒപ്പം ഈ ഒരു ഫോസിൽ കണ്ടെടുക്കുകയും അത് കേടുപാടുകൾ കൂടാതെ കുഴിച്ചെടുക്കുവാൻ വേണ്ടി ഏതൊക്കെ ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നതിനെപ്പറ്റിയുള്ള നല്ല ഒരു വിവരണം, അതിൻ്റെ ചിത്രീകരണം ഒക്കെ ഈ ഒരു ഗാലറിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയുവാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും നല്ല അറിവുകളോടുകൂടി പുറത്തിറങ്ങുവാൻ സാധിക്കുന്ന രീതിയിലുള്ള വിവരണങ്ങളാണ് ഈ ഒരു ഗാലറിയിലെ പ്രദർശനത്തിലുള്ളത്. തീർച്ചയായിട്ടും എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു ഗാലറി കൂടിയാണ് ഇത് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.